എന്നാ ഓട്ടോക്കാരൻ പറയുന്നത് അവരെ ഹോസ്റ്റലിൽ വിട്ടപ്പോൾ സമയം 7 ആകാറായിരുന്നു എന്നാണ്. ടൗണിൽ നിന്നും 15-20 മിനിറ്റ് മതി ഹോസ്റ്റലിലേക്ക് എന്ന് പറയുന്ന ടൈം കണക്കിലെടുത്താൽ 6:30 തന്നെയാണ് ഓട്ടോക്കാരൻ അവരെ പിക്ക് ചെയ്തിരിക്കുന്നത്. തെളിഞ്ഞു വരുന്ന ചോദ്യം ഇതാണ്: ജോൾസിന് പോയ ടൈം 5:50, ഓട്ടോക്കാരവരെ പിക്ക് ചെയ്ത സമയം 6:30. ഇതിനിടയിൽ 5:50 മുതൽ 6:30 വരെയുള്ള ഏകദേശം 30 മിനിറ്റോളം മീരയും പൂജയും എവിടെ പോയിരുന്നു, അല്ലെങ്കിൽ എവിടെ സ്പെൻഡ് ചെയ്തു? മനഃപൂർവ്വം വഴിതെറ്റിക്കാനാണ് പൂജ ഇങ്ങനെ സമയം തെറ്റിച്ച് പറഞ്ഞതെങ്കിൽ അവർക്ക് ഹോസ്റ്റലിലെത്തിയ സമയം 6 എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. റോഷൻ, യു ആർ റോങ്. കാരണം അവർ 7 മണിക്ക് ഹോസ്റ്റൽ വന്ന് കയറുന്നത് സെക്യൂരിറ്റി കണ്ടിട്ടുണ്ട്. ഓ, അത് ശരിയാണല്ലോ. പോയിന്റ് നമ്പർ 4, എന്തിനാണ് അവർ ഹോട്ടൽ ഇന്റർനാഷണൽ പോയത്? എന്തുദ്ദേശത്തോടു? ഒരുപക്ഷെ പൂജ ആരെയോ കാണാൻ തന്നെയായിരിക്കാം ഹോട്ടൽ ഇന്റർനാഷണൽ വന്നത്. പക്ഷെ പൂജയ്ക്കൊപ്പം മീരയ്ക്ക് എന്താ ഹോട്ടലിന്റെ കാര്യം? ഓട്ടോക്കാരൻ പറയുന്നുണ്ടല്ലോ ഒരാൾ മാത്രമാണ് ഹോട്ടലിന് പുറത്തുണ്ടായിരുന്നെന്ന്. ശരിയാണ്, മീര പൂജയ്ക്കൊപ്പം പോയി എന്നത് തന്നെയാണ് കാര്യം. ഹോട്ടലിൽ മീര കയറിയിട്ടില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇവരിൽ സമർത്ഥമായി കള്ളം പറയുന്നത് മെറിനാണ്. യഥാർത്ഥത്തിൽ മെറിൻ ബസ് വെയിറ്റ് ചെയ്യുമ്പോൾ അവർ ഓട്ടോയിൽ കയറിയിട്ടില്ല. പൂജയും മീരയും ഹോട്ടൽ ഇന്റർനാഷണലിലേക്ക് നടന്നു കാണും. അത് മെറിനറിയാം. എനിക്ക് തോന്നുന്നത് രാവിലെ മീരയെ കാണാതായ വിവരം പറയാൻ മെറിനെ പൂജ വിളിച്ചപ്പോൾ മെറിൻ പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഓട്ടോയിൽ കയറി ഹോസ്റ്റലിലേക്ക് പോയി എന്ന് പറയാൻ മെറിനോട് പ്രത്യേകം പറഞ്ഞിരിക്കണം. എന്തോ കാരണം കൊണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ മെറിനും പൂജയ്ക്കൊപ്പം നിൽക്കുന്നു. മെറിനും കള്ളം പറയുന്നു. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് മെറിൻ ഈസ് ഹൈഡിങ് ഫോർ പൂജ? അത് തന്നെയാണ് ഞാനും തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരം. എന്തായാലും പൂജയുടെ ഇന്നലത്തെ കോൾ ഡീറ്റെയിൽസ് കിട്ടിയാൽ ആരെയാണ് പൂജയും മീരയും ഹോട്ടൽ ഇന്റർനാഷണൽ കാണാൻ പോയതെന്ന് വ്യക്തമാവും. ജോൾസിനെ പെട്ടെന്ന് പോയതുകൊണ്ട് തന്നെ പൂജയ്ക്ക് ജോൾസിനെ കൊണ്ട് കള്ളം പറയിക്കേണ്ട കാര്യമില്ല. എന്നാ ഇവർ രണ്ടുപേരും ഹോട്ടൽ ഇന്റർനാഷണൽ പോയത് മെറിൻ അറിയാമായിരുന്നു. അടുത്തത് കേസിന് പുറത്തുള്ളൊരു കണ്ടെത്തലാ. ഒരുപക്ഷെ പിന്നീടത് വളരെ നിർണായകമായെന്ന് വരും. കാര്യം ഇതാണ്: 8,000 രൂപയാണ് മീരയുടെ സാലറി. സെയിം ഡിപ്പാർട്ട്മെന്റിൽ സെയിം എക്സ്പീരിയൻസ് ഉള്ള പൂജയ്ക്കും അതിൽ കൂടുതലുണ്ടാവാനിടയില്ല. എന്നാ പൂജ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഓർണമെന്റ്സ് എല്ലാം കോസ്റ്റ്ലിയാണ്. ആ മൊബൈൽ ഫോണിന് തന്നെ 30,000 രൂപയെങ്കിലും വരും. വെറും LIC ഏജന്റായ പൂജയുടെ ഭർത്താവിന് അതിനും മാത്രമുള്ള വരുമാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും ക്യാഷ് കയ്യിൽ വരാനും ലക്ഷറീസ് ആയിട്ട് ജീവിക്കാനും വേറെ എന്ത് ജോലിയാ പൂജ ചെയ്യുന്നത്? ഹോട്ടൽ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് 4 സ്റ്റാർ പദവിയുള്ള ഒരു ബിസിനസ് ഹോട്ടലാണ്. റൂമിന് പെർ നൈറ്റ് 8,000 രൂപയെങ്കിലും വരും. ഒരു കാര്യം വ്യക്തമാണ്: പൂജ കാണാൻ പോയത് ചില്ലറക്കാരനായിരുന്നില്ല. പൂജയ്ക്ക് മീര ഒരു അനിയത്തെ പോലെ ആയിരുന്നു. അവരുടെ ബന്ധം കണ്ട അതറിയാം. മീരയ്ക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. അങ്ങനെ എപ്പോഴും വഴക്കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സർ. ഒരു തവണ റൂമിനടുത്തൂടി പോകുമ്പോൾ ആ രീതിയിൽ എന്തൊക്കെയോ സംസാരം കേട്ടിരുന്നു. ഞാൻ വേറെ മുറിയിലേക്ക് മാറിക്കോളാം, നിങ്ങളുടെ കൂടെ എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്ന കേട്ടു സർ.
ഫ്രൂട്ട് സ്റ്റാളിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോഴേക്കും ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് മീരയും പൂജയും അതിൽ കയറി പോയി. ആരെ 10-നാണ് സർ. അതും കിട്ടിയില്ലെങ്കിൽ 6:50 ഉള്ളൂ. ഹോട്ടൽ ഇന്റർനാഷണലിന്റെ ഫ്രണ്ടിൽ വെച്ച് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർ. എന്തായി? കോൾ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തോ? ഉവ്വ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ എന്തെങ്കിലും? ഉവ്വ്. അന്നേ ദിവസം പൂജയ്ക്ക് വന്ന കോളുകളിൽ 3 പൂജയുടെ ഹസ്ബൻഡിൻ്റെതാണ്. 2 കോൾ പൂജയുടെ അമ്മയുടേത്. ഹസ്ബൻഡിനെ ഒരു തവണ പൂജ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അതല്ലാതെ രാവിലെ 10 മണിക്കും വൈകിട്ട് 5 മണിക്കും അതിനുശേഷം 5:55 വന്ന കോളുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 ഒരേ നമ്പറാണ്. ഇതേ നമ്പറിലേക്ക് ഉച്ചയ്ക്ക് 2 മണിക്ക് പൂജ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. ആ നമ്പർ ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ക്ലമന്റ് എന്നാണ് ആളിന്റെ പേര്. ഫുൾ നെയിം എമേഴ്സൺ ക്ലമന്റ്. ആൾക്ക് 21 വയസ്സേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റാ. അപ്പോ കാര്യങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് തന്നെ. സോളമ, അത്ഭുതം അതല്ല. കൃത്യം 6:35 മീര പൂജയെ വിളിച്ചിട്ടുണ്ട്. അതിനർത്ഥം ആ സമയത്ത് മീര പൂജയ്ക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ. അതെ, അത് തന്നെ. അങ്ങനെ വരുമ്പോ ഓട്ടക്കാരൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. മീര ഹോട്ടലിന് പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. 6:35 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ലേറ്റായത് കാരണം വിളിച്ചതാകാം. ആ പയ്യന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടോ? ഉവ്വ്. ഹലോ. ആ, എന്തിനാ? ഞാനിപ്പോൾ കുറച്ച് ദൂരെയാണ്. എന്താടി, എന്താ കാര്യമെന്ന് പറ. ആ ശരി, വരാം. നീ അവിടെ തന്നെ നിൽക്ക്. ആൾ എതിർപ്പോലതും കാണിച്ചോ? ഇല്ല സർ. എങ്ങനെയാ കിട്ടിയത്? പുള്ളിക്കാരൻ്റെ ഗേൾഫ്രണ്ടിനെ കൊണ്ട് വിളിപ്പിച്ചു. എന്താണ് നിന്റെ പേര്? ക്ലമന്റ്. എമേഴ്സൺ ക്ലമന്റ്. ഐ തിങ്ക് യു ആർ എ ജെയിംസ് ബോണ്ട് ഫാൻ. എമേഴ്സൺ ക്ലമന്റ്. ഭയപ്പെടണ്ട. ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചതാ. എൻ്റെ പേര് സോളമൻ, CI ആണ്. ഇതെൻ്റെ ഫ്രണ്ട് റോഷൻ. കഴിഞ്ഞ 27-ാം തീയതി, അതായത് 2 ദിവസം മുമ്പ് ഹോട്ടൽ ഇന്റർനാഷണൽ റൂം എടുത്തിരുന്നു അല്ലേ? അതെ, എടുത്തിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു 2 പേർ. ഞങ്ങൾ ഇടയ്ക്ക് അവിടെ കൂടാറുള്ളതാ. എത്ര മണിക്കാണ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്തേ? വൈകിട്ട് ഒരു 4:30 കാണും. അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് പോയി. ഞാൻ വീട്ടിലേക്കും. ക്ലെമന്റിന്റെ അച്ഛൻ എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? ഗോൾഡിൻ്റെ.
യു മീൻ ജ്വല്ലറി? അതെ, എത്ര ബ്രാഞ്ച് ഉണ്ട്? 12 ബ്രാഞ്ച്. എവിടെയൊക്കെ? മിക്ക ജില്ലകളിലും ഉണ്ട്. അന്ന് റൂം ചെക്കൗട്ട് ചെയ്ത് കൂട്ടുകാരെ വിട്ട ശേഷം ആരെ കാണാനാണ് ക്ലെമന്റ് വീണ്ടും റൂമിലേക്ക് വന്നത്? നോ, ഞാൻ തിരിച്ചു പോയിട്ടില്ല. നിങ്ങൾ എന്ത് കാര്യത്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. സി ക്ലെമന്റ്, എനിക്ക് ക്ലെമന്റിനോട് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. ക്ലെമന്റിനെ നിഷേധിക്കാം. ഞാൻ ക്ലെമന്റിനെ തല്ലാനോ കൊല്ലാനോ ഒന്നും പോകുന്നില്ല. അതല്ല എന്റെ ശൈലി. പക്ഷെ ക്ലെമന്റിന് സത്യം മറച്ചു വെക്കാൻ കഴിയാത്ത വിധം എല്ലാ തെളിവുകളും എന്റെയിലുണ്ട്. ഇപ്പൊ ക്ലെമന്റിനെ ഞാൻ പറഞ്ഞയച്ചാലും തീർച്ചയായും മറ്റൊരാൾ ക്ലെമന്റിനെ തേടി വരും. നോ സർ, ഞാൻ തിരിച്ചു പോയിട്ടില്ല. റോഷൻ, ആ കോൾ ഡീറ്റെയിൽസ് തരും. ഇത് 27-ാം തീയതി ക്ലെമന്റ് വിളിച്ചതും ക്ലെമന്റിന് വന്നതുമായ കോൾ ഡീറ്റെയിൽസ് ആണ്. അന്നേ ദിവസം രാവിലെ 10 മണിക്ക് ക്ലെമന്റ് ഒരു പൂജയെ വിളിച്ചു. പൂജ ഉച്ചയ്ക്ക് 2 മണിക്ക് ക്ലെമന്റിനെയും, വീണ്ടും ക്ലെമന്റ് 5 മണിക്ക്, പിന്നീട് 5:45-നും പൂജയെ വിളിച്ചിട്ടുണ്ട്. മാത്രമല്ല തലേ ദിവസം രാത്രി 10:30-നാണ് ഹോട്ടൽ ഇന്റർനാഷണൽ വിളിച്ച് ക്ലെമന്റ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. അന്നേ ദിവസം വൈകിട്ട് 6:10-ഓടെ ക്ലെമന്റിനെ കാണാൻ വേണ്ടി ഹോട്ടൽ ഇന്റർനാഷണലിലെ ഫ്രണ്ട് ഓഫീസിൽ പൂജ റൂം നമ്പർ ചോദിച്ചത് അവിടുത്തെ സ്റ്റാഫ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് തെളിവുകൾ എനിക്ക് നിരത്താനുണ്ട്. അതിനുമുമ്പ് വളച്ചുകെട്ടില്ലാത്ത കാര്യം ഞാൻ ചോദിക്കാം. എന്താണ് ക്ലെമന്റും പൂജയും തമ്മിലുള്ള ബന്ധം? എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു പാവം പെണ്ണിനെ കൊന്നത്? പൂജ ഉപയോഗിക്കുന്ന ഓർണമെന്റ്സിലെല്ലാം നിങ്ങളെ ജ്വല്ലറിയുടെ മാർക്കുണ്ട്. കരയാതിരിക്കൂ. നിങ്ങൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ഞാനല്ല. കരയാതെ കാര്യം പറ. അവരെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഫ്രണ്ടിന്റെ കൂടെ ടെക്സ്റ്റൈലിൽ ചെന്നപ്പോഴാ. ആരെ? പൂജയെ. എത്ര കാലം മുമ്പ്? 6-7 മാസമായി കാണും.